എന്റെ അത്യാഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടി. ഇനി ഒരിക്കലും അതൊന്നും ആവർത്തിക്കില്ല. നല്ലത്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് തിരുത്താൻ തയ്യാറാവുമ്പോഴാണ് മനസ്സിൽ നന്മ ഉദയം ചെയ്യുന്നത്. നല്ല അമ്മമാർ സമൂഹത്തിന് നൽകുന്നത് നല്ല തലമുറയെയാണ്. നന്മയും സ്നേഹവും നിറഞ്ഞ സമൂഹത്തിൽ എന്നും സന്തോഷം അലയടിക്കും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിച്ച് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തോടെ പുതിയ തലമുറ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാവും. തിന്മകൾ ചെയ്യാൻ ഒരുപാട് പേർ നമ്മെ പ്രേരിപ്പിക്കും. അത് തിരിച്ചറിയാനാണ് ഈശ്വരൻ മനുഷ്യന് വിവേകം നൽകിയിരിക്കുന്നത്. തെറ്റാണെന്നറിഞ്ഞിട്ടും ഭാര്യയുടെ വാക്ക് കേട്ട് അധർമ്മം ചെയ്തതുകൊണ്ടാണ് നീയും ദുഃഖിക്കേണ്ടി വന്നത്. തെറ്റ് ചെയ്യുന്ന ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കി നേർവഴിക്ക് നയിക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. അങ്ങനെ ചെയ്യാത്തവർ എന്നും ദുഃഖിതരായി തന്നെ കഴിയേണ്ടി വരും. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലുതാണ് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടുപ്രമാണി ചെല്ലയ്യയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നു മുതൽ അച്ഛൻകോവിൽ ക്ഷേത്രത്തിലെ തീർത്ഥവും ചന്ദനവും കൊടിയ വിഷത്തെപ്പോലും ഹനിക്കാൻ സിദ്ധിയുള്ളതായിരിക്കും. പൂർണ്ണമായ ഭക്തിയോടെ ഈ നടയിലെത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും ദുഃഖിതരായി മടങ്ങേണ്ടി വരില്ല. സന്തോഷത്തോടെ യാത്രയാവും. ഭഗവാനെ, അച്ചൻകോവിലപ്പ, ശ്രീധർമ്മശാസ്താവേ, അവിടെ നിന്നാണോ ലാടവൈദ്യനായി വന്ന് അടിയന്റെ മകനെ രക്ഷിച്ചത്? അടിയനോട് ക്ഷമിക്കണേ. ഇനി ഒരിക്കലും ഞാൻ അത്യാഗ്രഹത്തോടെ ജീവിക്കില്ല. എന്റെ മകന് ഞാൻ നല്ലൊരു അമ്മയായിരിക്കും. സമസ്ത അപരാധങ്ങളും പുറത്ത് അനുഗ്രഹിക്കണേ ഭഗവാനെ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചു തീർക്കണം. അതാണ് മരുതപ്പന്റെ കഥ നമുക്ക് നൽകുന്ന ഗുണപാഠം. ഗുരു, ശാസ്ത്രചരിത്രങ്ങൾ ഓരോന്നും എത്ര വിജ്ഞാനപ്രദമാണ്. കേൾക്കുന്തോറും കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ വർദ്ധിക്കുന്നു. വിജ്ഞാനത്തിന്റെ വെളിച്ചമാണ് കുട്ടികളെ പുരാണങ്ങൾ. പക്ഷേ അവയെ അറിയുവാനോ ആ വെളിച്ചത്തിൽ നേർവഴി തേടാനോ ശ്രമിക്കാതിരിക്കുന്നിടത്താണ് ഓരോ മനുഷ്യൻ്റെയും പരാജയം സംഭവിക്കുന്നത്. ശാസ്താക്ഷേത്രങ്ങളായ കുളത്തൂപ്പുഴ, ആര്യൻകാവ്, അച്ചൻകോവിൽ എന്നീ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അവിടങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഏതൊക്കെ ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രപ്രതിഷ്ഠകളെന്നും മനസ്സിലായല്ലോ അല്ലേ? ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠ കുളത്തുപുഴയിൽ, ആര്യൻകാവിൽ കൗമാരഭാവത്തിൽ, ആഹാ, വളരെ ശരി. അച്ചൻകോവിലിൽ ഗൃഹസ്ഥഭാവത്തിൽ. ഞാൻ പറഞ്ഞു തന്ന ശാസ്താചരിതങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നന്നായിട്ട് ഗ്രഹിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശബരിമലയെക്കുറിച്ചാണ്. ശബരിമലയിലെ ശാസ്താപ്രതിഷ്ഠ ഏത് ഭാവത്തിലാണോ ഗുരു? കാനനവാസനെന്നും കലിയുഗവരദനെന്നും അറിയപ്പെടുന്ന സച്ചിദാനന്ദ സ്വരൂപനായ ശബരിമല ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ധ്യാനനിരതനായ സന്യാസഭാവത്തിലാണ്. ഈ ശബരിമലയ്ക്ക് ഒരു പൂർവനാമമുണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ ആർക്കെങ്കിലും? മാതംഗമല.
പണ്ട് പണ്ട് മാതംഗ മഹർഷി എന്നൊരു മഹാതാപസൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ശബരി എന്ന കാട്ടാള സ്ത്രീയുടെ ഗുരുവായിരുന്നു. ഒരിക്കൽ മാതംഗ മഹർഷിക്കു വേണ്ടി ശിഷ്യന്മാർ ഫലമൂലാദികൾ ചുമന്നുകൊണ്ടു വന്നപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും അടർന്നു വീണ വിയർപ്പ് തുള്ളികൾ ഒരിക്കലും വാടാത്ത പുഷ്പങ്ങളായി മാറിയെന്നും ആ പുഷ്പങ്ങളുള്ള ആശ്രമത്തിലാണ് ശബരി സന്യാസി വസിച്ചിരുന്നതെന്നും രാമായണത്തിൽ പറയുന്നു. അപ്പോൾ മാതംഗ മഹർഷി താമസിച്ചിരുന്ന മലയായതിനാലാണോ ആ മലയ്ക്ക് മാതംഗമല എന്ന പേര് വന്നത്? നയന പറഞ്ഞത് വളരെ ശരിയാണ്. മാതംഗ മഹർഷി വസിച്ച മല മാതംഗമല. വന്യമൃഗങ്ങളും പക്ഷികളും വൃക്ഷലതാദികളും കൊണ്ട് നിറഞ്ഞ പ്രദേശമായിരുന്നു മാതംഗമല. കുളത്തൂപ്പുഴയിലെയും ആര്യൻകാവിലെയും അച്ഛൻ കോവിലിലെയും പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ നിർദ്ദേശപ്രകാരം യോഗീ രൂപത്തിലുള്ള ശാസ്താപ്രതിഷ്ഠ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ പ്രദേശം അന്വേഷിച്ച് പരശുരാമൻ മാതംഗമലയിലേക്ക് യാത്രയായി.
വന്ദനം മാതംഗ മഹർഷി. വന്ദനം ഭാർഗവരാമ. അങ്ങയ്ക്ക് നമ്മുടെ പർണാശ്രമത്തിലേക്ക് സ്വാഗതം. എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശം? കാരണമില്ലാതെ അങ്ങ് നമ്മെ കാണാനെത്തില്ലെന്ന് അറിയാം. മഹർഷി, സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ ഇച്ഛാനുസരണവും ഉപദേശപ്രകാരവും ശ്രീഭൂതനാഥന്റെ വിവിധ ഭാവത്തിലുള്ള പ്രതിഷ്ഠകൾ ധർമ്മപരിപാലനാർത്ഥം മലനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം പ്രതിഷ്ഠിക്കുന്ന വിവരം അങ്ങോ അറിഞ്ഞിരിക്കുമല്ലോ. അത് നാം കേൾവിപ്പെട്ടിരിക്കുന്നു. ഭാർഗവരാമ, അങ്ങ് അനുഷ്ഠിക്കുന്നത് ഒരു മഹത് കർമ്മം തന്നെയാണ്. ശ്രീഭൂതനാഥന്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം ഇത്തരമൊരു പുണ്യപ്രവൃത്തിക്കുള്ള ഭാഗ്യം അങ്ങേക്ക് സിദ്ധിച്ചതിൽ നാമും ഏറെ ആഹ്ലാദിക്കുന്നു. അങ്ങ് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹങ്ങളുടെ പ്രഭയാൽ മലനാട് മാത്രമല്ല, ഈ ഭൂലോകമാകെ വിളങ്ങട്ടെ. ബാലഭാവത്തിലും കൗമാരഭാവത്തിലും പൂർണ്ണ പുഷ്കല സമേതനായ ഗൃഹസ്ഥഭാവത്തിലുമുള്ള ശ്രീധർമ്മശാസ്താവിന്റെ വിഗ്രഹ പ്രതിഷ്ഠകൾ നാം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ശ്രീധർമ്മശാസ്താവിന്റെ യോഗീഭാവത്തിലുള്ള ശാസ്താബിംബം വേണം പ്രതിഷ്ഠിക്കാനുള്ളത്. ഇനി അതിന് ഉചിതമായ സ്ഥലം കണ്ടെത്തുകയേ വേണ്ടൂ. അതിനാണ് നാം ഈ മനോഹര ഭൂമിയിൽ വന്നത്. ഭൃഗുരാമ, ഈ മനോഹര ഭൂമിയും അങ്ങയുടെ സൃഷ്ടി തന്നെയല്ലേ? ധ്യാനനിരതനായ യോഗീഭാവത്തിലുള്ള ശ്രീധർമ്മശാസ്താവിന്റെ രൂപം ഭഗവാൻ തന്നെ ദർശനത്തിലൂടെ നമ്മെ കാട്ടിത്തന്നിരിക്കുന്നു. ഈ മലയുടെ മകുടത്തിൽ പ്രണാമം ധർമ്മശാസ്താവേ. ശ്രീഭൂതനാഥ, ഹരിഹരപുത്ര, അവിടുന്ന് നമുക്ക് ഈ വിധം ദർശനമേകുമെന്ന് നാം തെല്ലും പ്രതീക്ഷിച്ചതല്ല. ഏകാന്ത തപസ്സിനായി അങ്ങൊരു ഇടം തേടിയെത്തിയതല്ലേ? ഇവിടമാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. കൈലാസ വൈകുണ്ഠങ്ങളുടെ ചൈതന്യം ഈ പ്രദേശത്തെ ധന്യമാക്കുന്നു. പതിനേഴ് പർവ്വതശിഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം അഭൂതമായ കാന്തിക പ്രഭാവത്താൽ കാന്തമലയ്ക്ക് ശക്തിയേകുന്നു. ഊർജസ്ഫുരണത്തിന്റെ കേന്ദ്രസ്ഥാനമായി ഇവിടം സഹ്യനിരകളെ പുണ്യഭൂമിയാക്കുന്നു. മാതംഗമുനെ, നാം അങ്ങയ്ക്ക് ഇപ്പോൾ ഇവിടെ ഈ കാന്തമലയിൽ ദർശനമേകിയത് ഒരു സുപ്രധാന കാര്യം ഉണർത്തിക്കാനാണ്. കൈകൾ ശരീരത്തിന് രക്ഷ, കൺപോളകൾ കണ്ണിന് രക്ഷ, ധർമ്മം ജീവിതത്തിന് രക്ഷ. ഭൂതനാഥ സദാനന്ദ
ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ പഞ്ചാത്രീശ്വരമംഗളം.